എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മന്ത്രിയായിട്ടുള്ള വാസവൻ സാർ തന്നെ ഇതിനു മുമ്പ് ചെയ്തിരുന്ന ജോലി ഒരു ഷാപ്പിലെ കറിക്കാരനായിരുന്നു. അദ്ദേഹം ആ നിലയിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാരനായി ഇന്നിപ്പം മന്ത്രിയായിട്ട് നിൽക്കുന്നു. മനസ്സിലായോ? അപ്പൊ അത് ഈ ചോദ്യം തന്നെ സത്യം പറഞ്ഞ ഒരു അപ്രസക്തമാണ്. ഞാൻ മത്സരിക്കുന്ന എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മന്ത്രിയായിട്ടുള്ള വാസവൻ സാർ തന്നെ ഇതിനു മുമ്പ് ചെയ്തിരുന്ന ജോലി ഒരു ഷാപ്പിലെ കറിക്കാരനായിരുന്നു. അദ്ദേഹം ആ നിലയിൽ നിന്ന് രാഷ്ട്രീയ ഇതാണ് BJP-ക്കാരുടെ സംസ്കാരം കേട്ടോ. ഇവർ 2020 BJP-ക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു യൂട്യൂബറാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. ഒരു തേങ്ങയും ചെയ്യാൻ കഴിയില്ല. എന്താണ് രാഷ്ട്രീയം, എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം, എന്താണ് നാട്ടുകാർക്ക് വേണ്ടത്, ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നാട്ടിലേക്ക് ഇറങ്ങണമെന്നേ. ഞാനൊക്കെ എൻ്റെ നാട്ടിൽ ഒരുപാട് കാലം രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഇറങ്ങിയതിന്റെ ഒരു നല്ല പാരമ്പര്യമുണ്ടെന്നൊക്കെ പറയാം. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എൻ്റെ നാട്ടിലത്തെ ഒരുപാട് വീടുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഓരോ വീട്ടിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ എന്താ, വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടും അവർ പറഞ്ഞു മനസ്സിലാക്കിയുള്ളതാണ്. ഇങ്ങനത്തെ ഒരു അനുഭവ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് സുഹൃത്തുക്കളെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരത്തിലിറങ്ങി കളിച്ചിരിക്കണം. നമുക്ക് റോഡിലിറങ്ങി ഓരോരുത്തരെയും ആളുകളൊക്കെ മനസ്സിലാക്കുക. ഹെട്രോജീനിയസ് ആണ് പീപ്പിൾ. ഇവിടെ നോക്കൂ, വാസവൻ എന്ന് പറയുന്ന നമ്മുടെ മുൻ മന്ത്രിയെ കുറിച്ച്, ഇപ്പോൾ മത്സരിക്കാൻ ഇറങ്ങിക്കുന്ന നമ്മുടെ ആ മന്ത്രിയെ കുറിച്ചിട്ട് ഏറ്റവും മോശമായ രീതിയിലാണ് വാസവൻ സാറ് മുന്നേ ചെയ്തിരുന്ന ഒരു തൊഴിലിനെ പറ്റി പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത് ഒന്നുകൂടി കേൾക്കണം കേട്ടോ. ഇന്നിപ്പോ മന്ത്രിയായിട്ട് നിൽക്കുന്നു. ഞാൻ മത്സരിക്കുന്ന എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മന്ത്രിയായിട്ടുള്ള വാസവൻ സാർ തന്നെ ഇതിനു മുമ്പ് ചെയ്തിരുന്ന ജോലി ഒരു ഷാപ്പിലെ കറിക്കാരനായിരുന്നു. ശരി, ഒരു ഷാപ്പിലെ കറിക്കാരനായിരുന്നു. എന്റെ പൊന്നുകുട്ടി, താങ്കൾക്ക് ഷാപ്പിലെ കറിക്കാരനാവുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ടൊരു കാര്യമായിട്ടാ തോന്നുന്നത്. ഇവരോട് നിങ്ങൾക്ക് എന്താണ് ജോലി, നിങ്ങൾക്ക് ഈ രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് അതൊന്നിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, രാഷ്ട്രീയമൊക്കെ എങ്ങനെയായിട്ട് പഠിച്ചു വരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ രാഷ്ട്രീയം എങ്ങനെയായിട്ട് പഠിച്ചു വരുന്ന ഒരാള് എയിംസ് തരാമെന്നും പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട്. ചില്ലറയെന്നല്ല. ഇനി സംഗതികൾ അവിടെ കെടുക്കട്ടെ. ഞാൻ വളരെ രസകരമായിട്ടാണ് ഇവര് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചാനൽ ഏതടാ എന്ന് നോക്കിയപ്പോൾ ദ കംപ്ലീറ്റ് മലയാളി എന്ന് പറയുന്ന ഒരു ചാനലാണ്. നിങ്ങൾ ഈ കംപ്ലീറ്റ് മലയാളി എന്ന് പറയുന്ന ചാനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും BJP-ക്കാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള, BJP-ക്കാർക്കുള്ള ഒരു ചാനലാണ്. തീവ്ര ഹിന്ദു വലതുപക്ഷത്തിന് വേണ്ടി മാത്രമുള്ള ചാനലാണ്. വേറൊരു വാർത്തയും കാണുന്നില്ല. ഏകദേശം 670K ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ്. ഇതാരുടെ പേജ് എന്നറിയില്ല. ഓൺലൈൻ ന്യൂസ് പോർട്ടലാണത്രേ, ലോക്കൽ ബിസിനസ് ആണ് ഓൺലൈൻ ന്യൂസ് പോർട്ടൽ എന്ന് പറയുന്നു. പക്ഷേ ഇതിൽ വരുന്ന വാർത്തകൾ മുഴുവൻ ഒരു ഇടതുപക്ഷക്കാരനെ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മുഴുവൻ BJP-ക്കാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള പേജാണ് ഇത് എന്നർത്ഥം. ഇനി ഇതിനൊപ്പം തന്നെ ഈ ഒപ്പം മത്സരിക്കുന്ന ഒരാളെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഇവരുടെ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഒരാളെ കൂടി വീഡിയോ ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ പേജ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അപ്പോൾ ഇനി ഇലക്ഷനാണ് വരുന്നത്. കാര്യങ്ങൾ അത്രയും അനലൈസ് ചെയ്ത് മാത്രം നിങ്ങൾ വോട്ട് ചെയ്യുക. ഇലക്ഷൻ ടൈമിൽ ആരുടെയും പ്രമോഷൻ വീഡിയോ കണ്ടോ അവർ പറയുന്നത് കേട്ടിട്ടോ നിങ്ങൾ വോട്ട് ചെയ്യാൻ നിൽക്കരുത്. അതിന് നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട വീഡിയോസ് ഇടുന്നവരാണെങ്കിൽ കൂടി, ഞാനിത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരു വലിയ ബഡ്ജറ്റിന് ഒരു പ്രമോഷൻ ഇൻവെസ്റ്റിഗേഷൻ ഒരു ടീം ഇന്ന് തന്നിരുന്നത് ലക്ഷങ്ങൾ വരും. ഞാനിത് സന്തോഷത്തോടെ റിജക്റ്റ് ചെയ്തു. നിങ്ങൾ ഒരു വോട്ട് ചെയ്യുമ്പോൾ ആ തെരഞ്ഞെടുക്കുന്ന വ്യക്തി നാടിന് ഉപകാരമുള്ളതാണോ എന്ന് സ്വയം വിലയിരുത്തി മാത്രം വോട്ട് ചെയ്യുക. ഇത് ജോർജ് തമ്പി പറയുന്ന ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. അതിഗംഭീരമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ, സോഷ്യൽ മീഡിയയിൽ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് പ്രൊമോഷൻ പരിപാടികളായിട്ട് ലക്ഷങ്ങൾ ഇദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. ഇദ്ദേഹം ഒരു അന്തസ്സുള്ള ഒരു മനുഷ്യനായതിനാൽ അത് റിജക്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. അതായത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ ചാനലുകളും BJP വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, വിലക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിരന്തരം സ്ക്രോൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ കാണുക മറ്റു നേതാക്കന്മാരൊന്നും കാണില്ല. CPM നേതാക്കന്മാരെ നിങ്ങൾ കണി കാണാൻ കഴിയില്ല. അതിന് പകരം നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരം കുറേ വങ്കന്മാര്,
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തെ കുറിച്ചിട്ടോ ജനങ്ങളെ കുറിച്ചോ ഇവിടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചോ യാതൊരുവിധ വിവരവുമില്ലാതെ അലറിയും ചീറിയും മറ്റും ഒരു 100 ദിവസം ഒരു ബിഗ് ബോസിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ആ ഒരൊറ്റ സംഗതിയുടെ പുറത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയ കുറെ എണ്ണയുണ്ട്. ഇവന്മാരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ നാട് നശിക്കുമെന്നല്ല അതൊരു അംശം പോലും ഉയരത്തില്ല. കാരണം ഒന്നും അറിയില്ല. ആകെ ബിഗ് ബോസ് കളിച്ചൊരു പരിചയമുണ്ട്. ബിഗ് ബോസ് ആണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ നമ്മുടെ നാട്. ബിഗ് ബോസിൽ കളിച്ച കളിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കളികൾ. ഒരാളാണെങ്കിൽ അഖിൽമാരെന്ന് പറയും, രായ്ക്ക് രാമനം വാക്കുകൾ മാറ്റി പറഞ്ഞു നടക്കുന്ന ഒരാളാ. പെട്രോള് വില കൂടി എന്താ, ഇവിടുത്തെ കുറെ ഏക്കന്മാർക്ക് വില കൂടിയ ബൈക്ക് ഓടിക്കാൻ പറ്റൂല എന്നല്ലേ ഉള്ളൂ എന്നൊക്കെ അഭിപ്രായം പറഞ്ഞ ഒരുവനാ. എന്നാലോചിച്ച് നോക്കിയേ. അല്ലാതെ പെട്രോളിന്റെ വില കൂടുതൽ, നമ്മുടെ ഡീസലിന്റെ വില കൂടുതലൊക്കെ നമ്മുടെ ഭക്ഷണ സാധനത്തിന് കൂടി വില കൂട്ടുമെന്നുള്ള ഒരു സാമാന്യ ബോധം പോലും ഇവന്മാർക്കൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇതൊരു BJP-ക്കാർ ഇന്ന് പറയുന്നു, വാസവൻ സാറ് പണ്ട് കള്ള് ഷാപ്പിൽ കറി വെച്ച് വരുന്ന ആളായിരുന്നു. സോ വാട്ട്? അതൊരു ജോലിയല്ലേ? താങ്കളുടെ ജോലി എന്തായിരുന്നു? താങ്കൾ പറ, അഭിമാനത്തോടു കൂടി പറയൂ സുഹൃത്തെ എന്ന് എനിക്ക് ചോദിക്കാൻ തോന്നുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, എനിക്കും പറയാനുള്ളത് ജോജി തമ്പി പറഞ്ഞ അതേ സംഗതികളാണ്. ഇലക്ഷനാണ്. അറിഞ്ഞും കണ്ടും നിങ്ങൾ ഏത് ഗവൺമെന്റിനാണ് ഇവിടെ നിലനിർത്തണമെന്ന് നിങ്ങൾ സൂക്ഷിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ കുടുങ്ങിപ്പോകും. മനസ്സിലാകുമെന്ന് വിചാരിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ബൈ. അപ്പോ പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന പല വാർത്തകളും സോഷ്യൽ മീഡിയയിലെ പലതും ഫേക്കുകളായിരിക്കും. സൂക്ഷിക്കുക, അറിഞ്ഞു പെരുമാറുക. ബൈ.